പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 175-ാമത്തെ ദിവസം. ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായങ്ങൾ 6-7, ഹോസിയ അധ്യായങ്ങൾ 4-7 വരെ, സങ്കീർത്തനങ്ങൾ 103. POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 6. കോടാലി പൊക്കിയെടുക്കുന്നു. പ്രവാചകഗണം എലീശായോട് പറഞ്ഞു, ഇത് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ വരെ ചെന്ന് അവിടെ താമസിക്കുന്നതിന് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ തടിയെടുത്ത് ഒരു പാർപ്പിടം പണിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും അങ്ങയുടെ ഈ ദാസന്മാരോടുകൂടെ വന്നാലും. ഞാൻ വരാം, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവരോട് കൂടെ പോയി. അവർ ജോർദാനിലെത്തി മരങ്ങൾ മുറിച്ചു. ഒരാൾ തടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് വീണു. അയ്യോ, എൻ്റെ യജമാനനെ, അത് കടം വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു പറഞ്ഞു. ദൈവപുരുഷൻ ചോദിച്ചു, എവിടെയാണത് വീണത്? അവർ ആ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞപ്പോൾ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു. നീ തന്നെ എടുക്കുക, അദ്ദേഹം പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ആരാമിനെ തോൽപ്പിക്കുന്നു. ഒരിക്കൽ ആരാം രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. രാജാവ് തൻ്റെ ഭൃത്യന്മാരുടെ ഉപദേശം തേടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ താവളങ്ങൾ ഇന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ദൈവപുരുഷൻ ഒരാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടയച്ചു, നീ ഈ സ്ഥലത്തേക്ക് കടക്കുന്നത് ശ്രദ്ധിച്ചു വേണം, കാരണം ഇവിടേക്കാണ് ആരാംകാർ മുന്നേറുന്നത്. ദൈവപുരുഷൻ തന്നോട് പറയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. അങ്ങനെ അവിടെ അവൻ സംരക്ഷിക്കപ്പെട്ടു. ഇപ്രകാരം സംഭവിച്ചത് 1-2 പ്രാവശ്യമായിരുന്നില്ല. ഇക്കാരണത്താൽ ആരാം രാജാവിൻ്റെ മനസ്സ് ക്ഷുഭിതമായി. അവൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ രാജാവിന് വേണ്ടി ആരാണുള്ളതെന്ന് നിങ്ങൾ എന്നോട് പറയുകയില്ലേ? അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവേ, ആരുമില്ല. എന്നാൽ ഇസ്രായേലിലുള്ള പ്രവാചകനായ എലീശാ ആണ് അങ്ങയുടെ കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ ആളയച്ച് അവനെ പിടിക്കേണ്ടതിന് നിങ്ങൾ പോയി അവൻ എവിടെയാണെന്ന് കണ്ടെത്തുവിൻ. അങ്ങനെ ഇതാ, അവൻ ദോഥാനിലുണ്ട് എന്ന് അവൻ അറിവ് കിട്ടി. അവൻ കുതിരകളെയും രഥത്തെയും ഒരു വലിയ സൈന്യത്തെയും അവിടേക്ക് അയച്ചു. അവർ രാത്രി വന്ന് നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ സേവകൻ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഇതാ, സൈന്യം കുതിരയോടും രഥത്തോടുമൊപ്പം നഗരം വളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പമുള്ളവർ അവരോടൊപ്പമുള്ളവരെക്കാൾ കൂടുതലാണല്ലോ. എലീശാ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് ആ ഭൃത്യൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ കണ്ടു, ഇതാ എലീശായ്ക്ക് ചുറ്റുമായി ആഗ്നേയരഥവും കുതിരകളും കൊണ്ട് ആ മല നിറഞ്ഞിരിക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എലീശാ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനതയെ ക്ഷിപ്രാന്ധത കൊണ്ട് പ്രഹരിക്കണമേ. എലീശായുടെ വാക്കനുസരിച്ച് അവിടുന്ന് അവരെ ക്ഷിപ്രാന്ധത കൊണ്ട് പ്രഹരിച്ചു. അപ്പോൾ എലീശാ അവരോട് പറഞ്ഞു, ഇതല്ല ആ വഴി, ആ പട്ടണവും ഇതല്ല. എന്നെ അനുഗമിക്കുക, നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അദ്ദേഹം അവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായിൽ പ്രവേശിച്ചപ്പോൾ എലീശാ പറഞ്ഞു, കർത്താവേ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാ, തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണ് എന്നവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീശായോട് പറഞ്ഞു, ഞാൻ അവരെ കൊല്ലട്ടെ.
എൻ്റെ പിതാവേ, ഞാൻ അവരെ കൊല്ലാം. അദ്ദേഹം പറഞ്ഞു. കൊല്ലരുത്. നിന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും നീ അടിമയായി പിടിച്ചവനെ നീ കൊല്ലുമോ? അവർക്ക് മുമ്പിൽ ഭക്ഷണപാനീയങ്ങൾ വെക്കുക. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യട്ടെ. അവൻ അവർക്ക് വലിയ വിരുന്നൊരുക്കി. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ അവൻ പറഞ്ഞയക്കുകയും അവർ തങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ആരാംകാരുടെ സൈന്യം ഇസ്രായേൽ ദേശത്ത് വീണ്ടും വന്നില്ല. ആരാംകാർ വീണ്ടും ആക്രമിക്കുന്നു. അനന്തരം ആരാം രാജാവായ ബെൻഹദാദ് തൻ്റെ പാളയത്തിലുള്ളവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി. അവർ കയറി വന്ന് സമരിയ വളഞ്ഞു. അപ്പോൾ സമരിയായിൽ രൂക്ഷമായ ക്ഷാമം ഉണ്ടായി. ഇതാ, ഒരു കഴുതത്തലയ്ക്ക് 8 ശെക്കൽ വെള്ളിയും 1/4 കവ് പ്രാവിൻ കാഷ്ടത്തിന് 5 ശെക്കൽ വെള്ളിയും വിലയേറുന്നതുവരെ അത് ഉപരോധത്തിലായി. ഇസ്രായേൽ രാജാവ് കോട്ടയുടെ മീതെ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: എൻ്റെ പ്രഭു രാജാവേ, രക്ഷിക്കണമേ. അവൻ പറഞ്ഞു: കർത്താവ് നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ മെതിക്കളത്തിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കും? രാജാവ് അവളോട് ആരാഞ്ഞു: നിനക്കെന്തു പറ്റി? അവൾ പറഞ്ഞു: ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ തരിക, ഇന്ന് നമുക്കവനെ തിന്നാം, നാളെ നമുക്ക് എൻ്റെ മകനെ തിന്നാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ മകനെ തരിക, നമുക്കവനെ തിന്നാം. എന്നാൽ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു. ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രം കീറി. അവൻ അപ്പോഴും കോട്ടമുകളിൽ നടക്കുകയായിരുന്നു. ജനം കണ്ടു, ഇതാ, ഉള്ളിൽ അവന് ചാക്കുവസ്ത്രമാണുണ്ടായിരുന്നത്. അവൻ പറഞ്ഞു: ഷാഫാത്തിൻ്റെ പുത്രൻ എലീഷായുടെ തല ഇന്ന് അവൻ്റെ മേൽ ശേഷിച്ചാൽ ദൈവം ഇപ്രകാരവും ഇതിലധികവും എന്നോട് ചെയ്യട്ടെ. എലീഷ തൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ശ്രേഷ്ഠന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാജാവ് ഒരുവനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ ദൂതൻ അവൻ്റെ അടുത്ത് വന്നെത്തുന്നതിന് മുമ്പ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ആ കൊലയാളിയുടെ പുത്രൻ എൻ്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ശ്രദ്ധിക്കുവിൻ. ആ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് നിങ്ങളവനെ വാതിൽക്കൽ തടഞ്ഞു നിർത്തുവിൻ. അവൻ്റെ യജമാനൻ്റെ കാലടി ശബ്ദമല്ലേ അവൻ്റെ പിന്നിൽ. അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ, ആ ദൂതൻ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു: ഇതാ, ഈ ദുരിതം കർത്താവിൽ നിന്നാണ്. ഞാൻ ഇനിയും എന്തിന് കർത്താവിനായി കാത്തിരിക്കണം? 2 രാജാക്കന്മാർ അധ്യായം 7. എലീഷ പറഞ്ഞു: കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നാളെ ഈ സമയത്ത് സമരിയായുടെ പടിക്കൽ 1 സേയ നേരിയ മാവിന് 1 ശെക്കലും 2 സേയ ബാർലിക്ക് 1 ശെക്കലുമായിരിക്കും. രാജാവിന് കൈത്താങ്ങായിരുന്ന അകമ്പടി സേവകൻ ദൈവപുരുഷനോട് പ്രത്യുത്തരിച്ചു പറഞ്ഞു: ഇതാ, കർത്താവ് ആകാശത്തിൽ വാതായനങ്ങൾ ഉണ്ടാക്കിയാലല്ലേ ഇക്കാര്യം സംഭവിക്കൂ? അദ്ദേഹം പറഞ്ഞു: ഇതാ, നീ തന്നെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിങ്കൽ ഉണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു: മരിക്കുന്നതുവരെ നാം എന്തിന് ഇവിടെ ഇരിക്കുന്നു? നഗരത്തിലേക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞാൽ നഗരത്തിൽ പട്ടിണിയാണ്. നമ്മൾ അവിടെ വെച്ച് മരിക്കും. എന്നാൽ നമ്മൾ ഇവിടെ ഇരുന്നാലും മരിക്കും. ഇപ്പോൾ വരുവിൻ, നമുക്ക് ആരാംകാരുടെ പാളയത്തിലേക്ക് ചെന്ന് വീഴാം. അവർ നമ്മെ ജീവിക്കാൻ അനുവദിച്ചാൽ നമ്മൾ ജീവിക്കും, അവർ നമ്മെ കൊന്നാൽ നമ്മൾ മരിക്കും. ആരാംകാരുടെ പാളയത്തിലേക്ക് പോകാൻ സന്ധ്യയ്ക്ക് അവർ എഴുന്നേറ്റു. ആരാംകാരുടെ പാളയത്തിൻ്റെ പടിക്കലെത്തിയപ്പോൾ ഇതാ, അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. രഥത്തിൻ്റെ ശബ്ദം, കുതിരയുടെ ശബ്ദം, വലിയ സൈന്യത്തിൻ്റെ ശബ്ദം എന്നിവ കർത്താവ് ആരാംകാരുടെ പാളയത്തെ കേൾപ്പിച്ചിരുന്നു. അവർ പരസ്പരം പറഞ്ഞു: ഇതാ, നമുക്കെതിരെ നീങ്ങാൻ ഹിത്യരുടെ രാജാക്കന്മാരെയും ഈജിപ്തിലെ രാജാക്കന്മാരെയും ഇസ്രായേൽ രാജാവ് നമുക്കെതിരായി കൂലിക്കെടുത്തിരിക്കുന്നു. അതിനാൽ സന്ധ്യയ്ക്ക് എഴുന്നേറ്റ് അവർ തങ്ങളുടെ കൂടാരങ്ങളും കുതിരകളെയും കഴുതകളെയും പാളയത്തിൽ അതുപോലെ തന്നെ ഉപേക്ഷിച്ച് സ്വജീവനു വേണ്ടി പലായനം ചെയ്തു. ആ കുഷ്ഠരോഗികൾ പാളയത്തിനരികിൽ ചെന്നു. അവർ ഒരു കൂടാരത്തിൽ പ്രവേശിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവർ അവിടെ നിന്ന് വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. അവർ തിരിച്ചു വന്ന് മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. അവർ പരസ്പരം പറഞ്ഞു: ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. സദ്വാർത്തയുടെ ദിവസമാണിന്ന്. നിശബ്ദരായി നമ്മൾ പ്രഭാത വെളിച്ചം വരെ കാത്തുനിന്നാൽ നമ്മെ നേരിടുന്നത് ശിക്ഷയായിരിക്കും. അതിനാൽ വരുവിൻ, നമുക്ക് ചെന്ന് രാജകൊട്ടാരത്തിൽ ഈ വിവരം അറിയിക്കാം. അവർ ചെന്ന് നഗരകവാട പാലകരെ വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു:
ഞങ്ങൾ ആരാംകാരുടെ പാളയത്തിൽ ചെന്നിരുന്നു. ഇതാ അവിടെ കെട്ടിയിട്ട കുതിരയും കെട്ടിയിട്ട കഴുതയും കൂടാരങ്ങൾ അതേപടിയുമല്ലാതെ ഒരുവനുമില്ല, മനുഷ്യ ശബ്ദവുമില്ല. കവാടപാലകർ രാജകൊട്ടാരത്തിൽ ഉച്ചസ്വരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ സേവകരോട് പറഞ്ഞു, നമ്മോട് ആരാം എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് വിവരിക്കാം. നമുക്ക് വിശക്കുന്നുവെന്ന് അവർക്കറിയാം. നമ്മൾ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ജീവനോടെ നമ്മെ പിടിക്കാമെന്നും പട്ടണത്തിൽ തങ്ങൾക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞ് വയലിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി അവർ പാളയത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അവൻ്റെ സേവകന്മാരിൽ ഒരാൾ മറുപടിയായി പറഞ്ഞു, പട്ടണത്തിൽ അവശേഷിച്ചിരിക്കുന്ന കുതിരകളിൽ നിന്ന് 5 എണ്ണത്തെ ചിലരെടുക്കട്ടെ, നമുക്കവരെ അയച്ചു നോക്കാം. ഒന്നുകിൽ അവരിതാ പട്ടണത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാ ഇസ്രായേൽ കൂട്ടവും പോലെയാകും, അല്ലെങ്കിൽ അവരിതാ അന്ത്യമടഞ്ഞ എല്ലാ ഇസ്രായേൽ കൂട്ടവും പോലെയാകും. അവർ 2 അശ്വരഥങ്ങളെടുത്തു. പോയി നോക്കുവിനെന്ന് പറഞ്ഞ് രാജാവ് ആരാം സൈന്യത്തിന് പുറകെ അവരെ അയച്ചു. ജോർദാൻ വരെ അവർ അവരുടെ പുറകെ പോയി. ഇതാ ആരാം തിടുക്കത്തിൽ വിട്ടെറിഞ്ഞ വസ്ത്രങ്ങളും ആയുധങ്ങളും കൊണ്ട് വഴിയെല്ലാം നിറഞ്ഞിരിക്കുന്നു. ദൂതന്മാർ മടങ്ങി വന്ന് രാജാവിനോട് വിവരമറിയിച്ചു. അപ്പോൾ ജനം പുറത്തു വന്ന് ആരാമിൻ്റെ പാളയം കൊള്ളയടിച്ചു. കർത്താവിൻ്റെ വാക്കുപോലെ 1 സെയ നേരിയ മാവിന് 1 ശെക്കലും 2 സെയ ബാർലിക്ക് 1 ശെക്കലുമായിരുന്നു. രാജാവ് തൻ്റെ കൈത്താങ്ങായിരുന്ന അകമ്പടി സേവകനെ പ്രവേശന കവാടത്തിൻ്റെ മേലാളാക്കിയിരുന്നു. ജനം അവനെ പടിവാതിൽക്കൽ ചവിട്ടിമതിച്ചു. രാജാവ് ഇറങ്ങി വന്നപ്പോൾ ദൈവപുരുഷൻ അവനോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ അവൻ മരിക്കുകയും ചെയ്തു. നാളെ ഈ സമയം സമരിയായുടെ പ്രവേശന കവാടത്തിൽ 2 സെയ ബാർലിക്ക് 1 ശെക്കലും 1 സെയ നേരിയ മാവിന് 1 ശെക്കലും ആയിരിക്കുമെന്ന് രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞപ്പോൾ അകമ്പടി സേവകൻ ദൈവപുരുഷനോട് മറുപടിയായി പറഞ്ഞിരുന്നു, ഇതാ കർത്താവ് ആകാശത്തിൽ വാതായനങ്ങൾ ഉണ്ടാക്കിയാലല്ലേ ഇക്കാര്യം സംഭവിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇതാ നീ തന്നെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. അവൻ അപ്രകാരം തന്നെ സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമതിക്കുകയും അവൻ മരിക്കുകയും ചെയ്തു. ഹോസിയ അധ്യായം 4. കർത്താവിൻ്റെ ആരോപണം. ഇസ്രായേലിലെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ, കാരണം ദേശവാസികൾക്കെതിരെ കർത്താവിന് ഒരാരോപണമുണ്ട്. എന്തെന്നാൽ ദേശത്ത് വിശ്വസ്തതയില്ല, സ്നേഹമില്ല, ദൈവജ്ഞാനവുമില്ല. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും നിയന്ത്രണാതീതമായിരിക്കുന്നു. അവർ രക്തപാതകത്തോട് രക്തപാതകം ചേർക്കുന്നു. അതിനാൽ ദേശം വിലപിക്കും. വയലിലെ മൃഗങ്ങളോടും ആകാശപ്പറവകളോടുമൊപ്പം അതിലെ ഓരോ നിവാസിയും ക്ഷയിക്കും. കടലിലെ മത്സ്യങ്ങൾ പോലും ഇല്ലാതാകും. എങ്കിലും ആരും തർക്കിക്കാതിരിക്കട്ടെ, ആരെയും കുറ്റപ്പെടുത്താതെയും ഇരിക്കട്ടെ. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. പട്ടാപ്പകൽ നീ കാലിടറി വീഴും. പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിച്ചു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കും. നീ നിന്റെ ദൈവത്തിൻ്റെ നിയമം വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരെ പാപം ചെയ്യുകയും ചെയ്തു. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എൻ്റെ ജനത്തിൻ്റെ പാപം അവർ ഭുജിക്കും. തങ്ങളുടെ ആത്മാവിനെ അവർ സ്വന്തം തിന്മയിലേക്ക് സമ്മോഹിച്ചു. ജനമെങ്ങനെയോ അങ്ങനെയാകും പുരോഹിതനും. അവരുടെ മാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. അവർ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. പരസംഗം ചെയ്യും, എന്നാൽ പെരുകുകയില്ല. കാരണം അവർ കർത്താവിനെ പരിത്യജിച്ചു. വ്യഭിചാരവും വീഞ്ഞും പുതുവീഞ്ഞും ബോധം അപഹരിക്കും. എൻ്റെ ജനം തടിക്കഷണത്തോടാരായുന്നു. അവരുടെ ദണ്ഡ് അവനുത്തരമരുളുന്നു. കാരണം വ്യഭിചാരത്തിൻ്റെ ആത്മാവ് അവരെ വഴിതെറ്റിച്ചു. തങ്ങളുടെ ദൈവത്തിൽ നിന്നകന്ന് അവർ പരസംഗം ചെയ്തു. ഗിരികൾക്ക് മുകളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നുകൾക്ക് മുകളിലും കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. കാരണം അവയുടെ തണൽ സുഖകരമാണ്. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു. നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല. കാരണം പുരുഷന്മാർ തന്നെ വ്യഭിചാരിണികളോട് ചേരുന്നു, ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുന്നു. അറിവില്ലാത്ത ജനം നശിക്കും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂദാ കുറ്റക്കാരനാകാതിരിക്കട്ടെ. ഗിൽഗാലിൽ പ്രവേശിക്കരുത്, ബഥാവനിൽ പോവുകയും അരുത്. ജീവിക്കുന്ന കർത്താവാണേ എന്നാണയിടരുത്.
എന്തെന്നാൽ ദുശാഠ്യമുള്ള പശുക്കുട്ടിയെപ്പോലെ ഇസ്രായേൽ ശാഠ്യം പിടിച്ചു. അതിനാൽ വിശാലമായ പുൽത്തകിടിയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവ് അവരെ മേയ്ക്കും. വിഗ്രഹങ്ങളെ എഫ്രായിം പുണർന്നിരിക്കുന്നു, അവനെ തനിയെ വിടുക. അവരെ മദ്യം വഴിതെറ്റിക്കുന്നു. അവർ നിരന്തരം വ്യഭിചാരത്തിൽ മുഴുകുന്നു. മഹിമയേക്കാൾ മ്ലേച്ഛത തന്നെ കാക്ഷിക്കുന്നു. തങ്ങളുടെ ബലികളെക്കുറിച്ച് അവർ ലജ്ജിക്കേണ്ടതിന് കാറ്റിൻ്റെ ചിറകുകളാൽ അവ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഹോസിയ അധ്യായം 5. ജനത്തിനും നേതാക്കന്മാർക്കുമെതിരെ. പുരോഹിതന്മാരെ, ഇത് കേൾക്കുവിൻ. ഇസ്രായേൽ ഭവനമേ, ശ്രദ്ധിക്കുവിൻ. രാജകുടുംബമേ, ചെവിക്കൊള്ളുവിൻ. നിശ്ചയമായും നിങ്ങൾക്കുള്ളതാണ് ന്യായവിധി. കാരണം നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായി തീർന്നു. കലാപകാരികൾ കശാപ്പ് രൂക്ഷമാക്കി. ഞാനാകട്ടെ അവർക്കെല്ലാം ശിക്ഷകനാകും. എഫ്രായിമിനെ എനിക്കറിയാം, ഇസ്രായേലിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എഫ്രായിം, നീ ഇപ്പോൾ നിശ്ചയമായും പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമായി തീർന്നു. തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അവരുടെ തന്നെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാരാസക്തി അവരുടെ മധ്യയുണ്ട്. കർത്താവിനെയാകട്ടെ അവർ അറിയുന്നുമില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം തിരുസാന്നിധ്യത്തിനെതിരെ സാക്ഷ്യം നൽകി. അതിനാൽ ഇസ്രായേലും എഫ്രായിമും തങ്ങളുടെ അകൃത്യത്തിൽ തട്ടി വീഴുന്നു. യൂദായും അവരോടൊപ്പം ഇടറി വീഴുന്നു. തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും. എന്നാൽ അവർ കണ്ടെത്തുകയില്ല. അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു. അവർ കർത്താവിനോട് അവിശ്വസ്തരായി തീർന്നിരിക്കുന്നു. കാരണം ജാരസന്തതികൾക്കാണ് അവർ ജന്മം നൽകിയത്. ഇപ്പോൾ അമാവാസി അവരെ അവരുടെ ഓഹരികളോടൊപ്പം വിഴുങ്ങും. സഹോദരർ തമ്മിൽ യുദ്ധം. ഗിബയായിൽ കൊമ്പ് വിളിക്കുവിൻ, റാമായിൽ കാഹളവും. ബേഥാവനിൽ ആപൽ സൂചന നൽകുവിൻ. ബെഞ്ചമിൻ വിറകൊള്ളട്ടെ. ശിക്ഷാദിനത്തിൽ എഫ്രായിം ശൂന്യമാകും. ഇസ്രായേൽ ഗോത്രങ്ങളിൽ സുനിശ്ചിതമായത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. യൂദായുടെ നായകന്മാർ അതിർത്തി രേഖ മാറ്റുന്നവരെ പോലെ ആയിത്തീർന്നു. എൻ്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും. മിഥ്യയെ പിന്തുടരാൻ ഉറച്ചിരുന്നതിനാൽ എഫ്രായിം മർദ്ദിതനായിത്തീർന്നു. അവൻ നീതിവിധിയിൽ തകർന്നവനായി. ഞാനോ എഫ്രായിമിന് ഇടം പോലെയാണ്, യൂദാഭവനത്തിന് വ്രണം പോലെയും. എഫ്രായിം തൻ്റെ രോഗവും യൂദാ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രായിം അസീറിയയിലേക്ക് പോയി മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താൻ അവന് കഴിഞ്ഞില്ല. നിങ്ങളുടെ മുറിവ് സുഖപ്പെട്ടതുമില്ല. കാരണം എഫ്രായിമിന് ഞാൻ സിംഹത്തെപ്പോലെയും യൂദാഭവനത്തിന് യുവസിംഹത്തെപ്പോലെയുമാണ്. ഞാൻ തന്നെ കടിച്ചു കീറിയിട്ട് പൊയ്ക്കളയും. അവരെ വലിച്ചിഴയ്ക്കും. വിമോചകനായി ആരുമുണ്ടാവുകയില്ല. അവർ അനുതപിച്ച് എൻ്റെ സാന്നിധ്യം തേടുന്നതുവരെ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. തങ്ങളുടെ വ്യഥയിൽ അവർ തീക്ഷ്ണതയോടെ എന്നെ അന്വേഷിക്കും. ഹോസിയ അധ്യായം 6. ആത്മാർത്ഥമല്ലാത്ത അനുതാപം. വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങാം. കാരണം നമ്മെ സുഖപ്പെടുത്താനാണ് അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞത്. നമ്മെ വെച്ചുകെട്ടാൻ അവിടുന്ന് പ്രഹരിച്ചു കൊള്ളട്ടെ. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തരും. തിരുമുമ്പിൽ നാം ജീവിക്കേണ്ടതിനായി 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. അറിവ് നേടാൻ നമുക്ക് കർത്തൃജ്ഞാനം അഭ്യസിക്കാം. മഴയെന്ന പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള അവിടുത്തെ പുറപ്പാട് പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. എഫ്രായിം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്തു ചെയ്യും? നിങ്ങളുടെ സ്നേഹം പ്രഭാതമേഘം പോലെയും ശീഘ്രം മാഞ്ഞുപോകുന്ന മഞ്ഞുപോലെയുമാണ്. അതിനാൽ പ്രവാചകന്മാർ വഴി ഞാൻ അവരെ പിളർന്നു. എൻ്റെ അധരത്തിൻ്റെ വചനങ്ങളാൽ ഞാൻ വധിച്ചു. എൻ്റെ ന്യായവിധി പ്രകാശം പോലെ പുറപ്പെടും. കാരണം ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹനബലികളെക്കാൾ ദൈവജ്ഞാനവും. എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് അവർ എന്നോട് അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരവും തിക്തപ്പാടുള്ളതുമാണ് ഗിലെയാദ്. ആളെ കാത്തു പതിയിരിക്കുന്നവരെ പോലെയാണ് പുരോഹിതവൃന്ദം. ഷെക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്തു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രായിമിൻ്റെ പരസംഗം അവിടെയുണ്ട്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ അടിമത്തം ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, യൂദാ, ഞാൻ നിനക്കും ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഹോസിയ അധ്യായം 7. ഇസ്രായേലിലെ ഉപജാപങ്ങൾ. ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്തുമ്പോൾ എഫ്രായിമിൻ്റെ അകൃത്യവും സമരിയായുടെ തിന്മയും വെളിപ്പെടും. കാരണം അവർ വഞ്ചന ചെയ്തു. കള്ളൻ അകത്ത് കടക്കുന്നു, കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു.
അവരുടെ ദുഷ്കർമ്മങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. ഇപ്പോൾ അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എൻ്റെ മുമ്പിലുണ്ട്. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു. തങ്ങളുടെ നുണകൾ കൊണ്ട് പ്രഭുക്കന്മാരെയും. അവരെല്ലാം വ്യഭിചാരികളാണ്. അപ്പക്കാരൻ കത്തിക്കുന്ന അടുപ്പ് പോലെയാണ്. മാവ് കുഴയ്ക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ അവനത് ആളിക്കത്തിക്കുകയില്ല. നമ്മുടെ രാജാവിൻ്റെ ദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞൻ്റെ ലഹരിയിലാണ്ടു. നിന്ദകരുമായി അവൻ കൈകോർത്തു. എന്തെന്നാൽ പതിയിരിക്കുമ്പോൾ തങ്ങളുടെ ഹൃദയം അവർ അടുപ്പ് പോലെ കൂട്ടുന്നു. രാത്രി മുഴുവൻ അവരുടെ അപ്പക്കാരൻ ഉറങ്ങുന്നു. പ്രഭാതത്തിൽ അഗ്നിജ്വാല പോലെ കത്തിക്കുന്നവനാണവൻ. അടുപ്പ് പോലെ അവരെല്ലാവരും തപ്തരാണ്. തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങിക്കളയും. അവരുടെ രാജാക്കന്മാരെല്ലാം നിലംപതിച്ചു. അവരിൽ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനുമില്ല. ജനതകളുമായി എഫ്രായിം ഇടകലരുന്നു. മറിച്ചിടാതിരുന്ന അപ്പമായി എഫ്രായിം മാറി. വിദേശികൾ അവൻ്റെ ശക്തി കവർന്നു. അവനാകട്ടെ അതറിയുന്നില്ല. കൂടാതെ അവൻ്റെ മുടി നരച്ചു തുടങ്ങി. അവനാകട്ടെ അതറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകും. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇവയിലൊന്നും അവിടുത്തെ അന്വേഷിച്ചുമില്ല. മൂഢയും അവിവേകിയുമായ മാടപ്രാവിനെ പോലെയാണ് എഫ്രായിം. അവർ ഈജിപ്തിനെ വിളിച്ചു. അവർ അസീറിയയിലേക്ക് പോയി. അവർ പോകുമ്പോൾ എൻ്റെ വല അവരുടെ മേൽ ഞാൻ വീശും. ആകാശപ്പറവേ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ അവരെ ശിക്ഷിക്കും. എന്നിൽ നിന്ന് അകന്നുപോയതിനാൽ അവർക്ക് ദുരിതം. അവർ എന്നെ എതിർത്തതിനാൽ അവർക്ക് നാശം. ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു. എങ്കിലും അവർ എനിക്കെതിരെ വ്യാജം പറഞ്ഞു. ഹൃദയപൂർവ്വം എൻ്റെ നേർക്ക് അവർ നിലവിളിച്ചില്ല. എന്നാൽ അവർ കിടക്കമേൽ വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തുന്നു. അവർ എന്നെ വിട്ടുപോകുന്നു. ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത്. എന്നിട്ടും അവർ എന്നെക്കുറിച്ച് തിന്മ നിരൂപിക്കുന്നു. അവർ ബാലിലേക്ക് തിരിയുന്നു. ചതിക്കുന്ന വില്ലുപോലെയാണ് അവർ. തങ്ങളുടെ നാവിൻ്റെ ഔദ്ധത്യ നിമിത്തം അവരുടെ പ്രഭുക്കന്മാർ വാളാൽ വധിക്കും. ഇതായിരിക്കും ഈജിപ്ത് ദേശത്തവർക്കുള്ള അപഹാസം. സങ്കീർത്തനങ്ങൾ 103. കർത്താവിൻ്റെ പിതൃതുല്യമായ ആർദ്രത. ദാവീദിൻ്റേത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗം മുഴുവനുമേ അവിടുത്തെ വിശുദ്ധനാമത്തെയും. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുത്തെ ദാനങ്ങളൊന്നും നീ മറക്കരുത്. അവിടുന്ന് നിൻ്റെ സകല കുറ്റവും ക്ഷമിക്കുന്നവനാണ്. നിൻ്റെ സകല രോഗവും സുഖപ്പെടുത്തുന്നവനാണ്. അവിടുന്ന് നിൻ്റെ ജീവൻ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്. കരുണയും ആർദ്രതയും കൊണ്ട് അവിടുന്ന് നിന്നെ മകുടമണിയിക്കുന്നു. അവിടുന്ന് നിൻ്റെ ജീവിതകാലം നന്മ കൊണ്ട് സംതൃപ്തമാക്കുന്നവനാണ്. നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുന്നു. കർത്താവ് എല്ലാ മർദ്ദിതർക്കും നീതികൃത്യങ്ങളുടെയും ന്യായവിധികളുടെയും നിർവാഹകനാണ്. മോശയോട് തൻ്റെ വഴികളും ഇസ്രായേല്യരോട് തൻ്റെ പ്രവൃത്തികളും പ്രഖ്യാപിക്കുന്നവനാണ് അവിടുന്ന്. കർത്താവ് ആർദ്രനും ദയാലുവും കോപവിമുഖനും കരുണാനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും പിണങ്ങിയിരിക്കുകയില്ല. അവിടുന്ന് എന്നേക്കും കോപം പുലർത്തുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മോട് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ കുറ്റങ്ങൾക്കൊത്ത് നമുക്കെതിരെ പ്രതികരിക്കുന്നില്ല. എന്തെന്നാൽ ഭൂമിക്കുമേൽ ആകാശം ഉയർന്നു നിൽക്കുന്നതുപോലെ അവിടുത്തെ കാരുണ്യം അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ പ്രബലമാണ്. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ അതിക്രമങ്ങൾ നമ്മിൽ നിന്നകറ്റി. മക്കളുടെ മേൽ പിതാവ് ആർദ്രനായിരിക്കുന്നത് പോലെ തന്നെ ഭയപ്പെടുന്നവരുടെ മേൽ കർത്താവ് ആർദ്രനായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ രൂപം അവിടുന്ന് അറിയുന്നു. നാം പൊടിയാണെന്ന് അവിടുന്ന് സ്മരിക്കുന്നു. സ്വന്തം ദിനങ്ങൾ തൃണതുല്യമായവനാണ് മർത്യൻ. വയലിലെ പുഷ്പം പോലെ അവൻ വിരിയുന്നു. അതിന്മേൽ കാറ്റടിക്കുമ്പോൾ അതില്ലാതാകുന്നു. അതിൻ്റെ ഇടം പിന്നീട് അതിനെ പരിഗണിക്കുന്നില്ല. എന്നാൽ കർത്താവിനെ ഭയപ്പെടുന്നവരുടെ മേൽ ആദ്യം മുതൽ എന്നേക്കും അവിടുത്തെ കാരുണ്യമുണ്ടായിരിക്കും. അവിടുത്തെ നീതിയാകട്ടെ മക്കളുടെ മക്കളിലേക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരിലേക്കും തിരുപ്രമാണങ്ങൾ നിവർത്തിക്കാൻ അവ സ്മരിക്കുന്നവരിലേക്കുമാണ്. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ സാമ്രാജ്യം എല്ലാറ്റിനെയും ഭരിക്കുന്നു. കർത്താവിൻ്റെ മാലാഖമാരെ, അവിടുത്തെ വചനം നിവർത്തിക്കുന്ന ശക്തിമത്തരെ, അവിടുത്തെ ആജ്ഞാസ്വരം ശ്രവിക്കാനായി അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സകല സൈന്യങ്ങളുമേ, തിരുഹിതം നിറവേറ്റുന്ന അവിടുത്തെ സേവകന്മാരെ, നിങ്ങൾ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ, അവിടുത്തെ അധികാരസീമകളിലെല്ലാം അവിടുത്തെ വാഴ്ത്തുവിൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. പ്രിയമുള്ളവരെ, 175 ദിവസം നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാവണം. 175 ദിവസങ്ങളിൽ
നല്ല ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു എന്ന വലിയ ഒരു കൃപാവരം നമ്മിൽ ദൈവം പ്രവർത്തിപ്പിച്ചു എന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എലീഷായിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ തുടരുകയാണ്. സിറിയ രാജാവ് ആക്രമിക്കുന്ന സമയത്ത് എലീഷ ഓരോ തവണയും ഇസ്രായേൽ രാജാവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സമയത്തും പ്രവാചകൻ നൽകിയ ഈ മുന്നറിയിപ്പാണ് ഇസ്രായേലിനെ സംരക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു പ്രവാചക ദൗത്യമാണ് എല്ലാ കാലത്തെയും സഭയിൽ ഉയർന്നു വരേണ്ടത്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഇത്തരമൊരു പ്രവാചക ദൗത്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ശത്രു എവിടെ നിന്നാണ് ഉണർന്ന് പൊങ്ങി വരുന്നതെന്ന് ജാഗ്രതയോടെ കാത്തുനിന്ന് തിരിച്ചറിയാനും ശത്രുവിൻ്റെ നീക്കങ്ങളെ ഉൾക്കാഴ്ച ആന്തരിക നേത്രങ്ങൾ തുറന്ന് മനസ്സിലാക്കാനും അങ്ങനെ ദൈവജനത്തെ ശത്രുവിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനും സഹായകരമായ ഒരു പ്രവാചക ദൗത്യം. കോരിന്തോസുകാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രവചനവരത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ അഭിലഷിക്കണം. സമരിയായിൽ വീണ്ടും ബെൻഹദാദിൻ്റെ സിറിയ രാജാവിൻ്റെ ആക്രമണം ഉണ്ടാവുകയും രൂക്ഷമായ ക്ഷാമം സമരിയായെ വേട്ടയാടുകയും ചെയ്യുന്നു. ഈ സമയത്ത് മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്ന ഒരു ദുരവസ്ഥ സമരിയായിലുണ്ടാവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മോശ നിയമാവർത്തനത്തിൽ മുൻകൂട്ടി പ്രവചിച്ചതാണ്. ദൈവമായ കർത്താവിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം അകന്ന് അന്യദേവന്മാരിലേക്ക് നിങ്ങൾ ചാഞ്ഞിറങ്ങുന്ന നാളുകളിൽ രൂക്ഷമായ ക്ഷാമവും പട്ടിണിയും നിങ്ങളെ വേട്ടയാടുമെന്നും മാതാപിതാക്കൾ തന്നെ അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുതിന്ന് വിശപ്പടക്കുമെന്നും മോശ പ്രവചിച്ചിരുന്നു. ഈ സമയത്ത് രൂക്ഷമായ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എലീഷ രാജാവിനോട് പറയുന്നു, ദൈവമായ കർത്താവ് ഒരു വഴി തുറക്കും. എന്നാൽ അത് വിശ്വസിക്കാത്ത ഒരു സൈന്യാധിപൻ അവിടെ ഉണ്ടായിരുന്നു. ആ സൈന്യാധിപൻ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുപോയതോ വിശ്വസിക്കാത്തതോ ആയ ഇസ്രായേൽ എന്ന ജനതയുടെ പ്രതീകമായിരുന്നു. ആ ജനതയ്ക്കൊടുവിൽ സംഭവിക്കാൻ പോകുന്നതാണ് ഒടുവിൽ ഈ സൈന്യാധിപനും സംഭവിക്കുന്നത്. ആകാശത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന് ദൈവം കലവറയില്ലാത്ത സമൃദ്ധി വർഷിച്ച ആ ദിവസം അയാളത് കണ്ടെങ്കിലും അത് ആസ്വദിക്കാൻ കഴിയാതെ തിക്കിത്തിരക്കി ആർത്തിരമ്പി വന്ന ജനക്കൂട്ടത്തിൻ്റെ ചുവടുകൾക്കടിയിൽ പതിച്ച് ജനം ചവിട്ടിമതിച്ച് അയാൾ കൊല്ലപ്പെടുകയാണ്. വിശ്വസിക്കാത്തവന് സംഭവിക്കുന്ന ദുരന്തമാണിത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ വിശ്വസിക്കാത്തവർക്ക് സംഭവിക്കുന്ന ദുരന്തം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, വിശ്വസിക്കുന്നവൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. കുഷ്ഠരോഗികളെക്കുറിച്ചുകൂടി ഒരു ഭാഗം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. 4 കുഷ്ഠരോഗികൾ വലിയ ഒരു അടയാളവും പ്രതീകവുമാണ്. പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ സദ്വാർത്ത സുവിശേഷം ഹൃദയത്തിലേറ്റുവാങ്ങി ലോകം മുഴുവൻ പങ്കുവെക്കാൻ നിയോഗം ലഭിച്ച ഓരോ പുതിയ നിയമവിശ്വാസിയുടെയും പ്രതീകമാണ് ഈ കുഷ്ഠരോഗി. സമരിയായുടെ നഗരകവാടത്തിലിരുന്ന അവർ സിറിയ രാജാവിൻ്റെ പാളയത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഇരുന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ശത്രുപാളയത്തിലേക്ക് കയറി ചെല്ലുന്നതാണെന്ന് അവർ വിചാരിക്കുന്നു. അവിടെ അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാൻ കിട്ടുന്നു. അവരാ വാർത്ത തങ്ങൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വെക്കാതെ എല്ലാവരെയും വിവരമറിയിച്ച് എല്ലാവർക്കുമായി ഈ സദ്വാർത്തയുടെ സൽഫലങ്ങൾ വിളമ്പിക്കൊടുക്കാൻ കാരണമാകുന്നു. സുവിശേഷത്തിൻ്റെ നിയോഗം ഭാഗ്യം കിട്ടിയ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം അത് സൂക്ഷിച്ചു വെച്ചു എന്ന ഒരു മഹാപരാധം നമ്മുടെ തലയ്ക്ക് മീതെ ഡെമോക്ലീസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടപ്പുണ്ട്. ദുരിതം എന്നാണ് സുവിശേഷം പ്രസംഗിക്കാത്തവരെ അവർക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥയെ ബൈബിൾ വിളിക്കുന്നത്. ദുരിതം. അങ്ങനെ ഒരു ദുരിതം നമ്മുടെയൊക്കെ തലയ്ക്ക് മീതെയുണ്ട്. നമുക്ക് കിട്ടിയ ഈ പൊൻവെളിച്ചം, നമുക്ക് കിട്ടിയ ഈ മനോഹരമായ ദൈവത്തിൻ്റെ സ്നേഹം ആരോടും പങ്കുവെക്കാതെ ഒളിച്ചുവെച്ച, കൂടാരത്തിനകത്തത് പൂഴ്ത്തിവെച്ച കുഷ്ഠരോഗിയെപ്പോലെ ആകാതെ അവർ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഇത് സദ്വാർത്തയുടെ ദിവസമാണ്, എല്ലാവരോടും ഇത് പറയണം എന്ന് അവർ തിരിച്ചറിഞ്ഞ് അതെല്ലാവരോടും പങ്കുവെച്ചതുപോലെ സുവിശേഷത്തിൻ്റെ ആ നല്ല വെളിച്ചം ലോകം മുഴുവനിലും പങ്കുവെക്കാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹനീയമായ നിഗൂഢമായ രഹസ്യങ്ങളെ പകർന്നു കൊടുക്കാനുള്ള
ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ഓർമ്മിക്കാൻ കൂടി ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘമായ ഒരു വായനയായിരുന്നു ഇന്നത്തേത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ മഹാകാരുണ്യത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ 175 ദിവസം വചനവായന പിന്നിടുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ വചനവായനയുടെ പകുതി ഭാഗമാണ് പിന്നിടുന്നത്. ദൈവമായ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ, അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഈ ഒരു നിയോഗം പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സുവിശേഷത്തിൻ്റെ നന്മകൾ സ്വീകരിച്ചവർ, യേശുവിൻ്റെ സ്നേഹമറിഞ്ഞവർ, യേശുവിൻ്റെ രക്ഷയുടെ സൽഫലങ്ങൾ ആവോളം ആസ്വദിച്ചവർ, കർത്താവെ, കൂടാരങ്ങളിൽ അത് പൂഴ്ത്തിവെച്ചിരിക്കുന്നു. ആരോടും പങ്കുവെക്കാൻ ഞങ്ങൾക്ക് തീക്ഷ്ണതയില്ല. ഞങ്ങളറിഞ്ഞ സുവിശേഷത്തിൻ്റെ ആ വലിപ്പത്തെ ബോധ്യപ്പെടാതെ ഞങ്ങളത് പൂഴ്ത്തിവെച്ച് അനേകരുടെ ജീവനെ നശിപ്പിക്കുന്നവരായി മാറുന്നു. കർത്താവെ, സുവിശേഷം പങ്കുവെക്കാനുള്ള ഒരു ദാഹം അങ്ങ് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും, ഞങ്ങൾ സാക്ഷികളായിട്ട് മാറും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സുവിശേഷ പ്രഘോഷണത്തിന് സന്നദ്ധരാക്കി സജ്ജരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. മഹത്വം യേശുവിനെ മാത്രം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.